ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 രീതിയിലുള്ള ബോക്സുകൾ അവൈലബിൾ ആണ്. PVCയുടെ ബോക്സുകളുണ്ട്, അതുപോലെ തന്നെ മെറ്റലിൻ്റെ ബോക്സുകളുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളുണ്ട്. നമ്മൾ ഏതാണ് കൂടുതൽ ഉത്തമമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് അത് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകളാണ്. ഇത് 2 മോഡുകളുടെ ബോക്സുകളാണ്. PVC ബോക്സുകൾ നമ്മൾ സാധാരണ വെക്കാറുണ്ട്. PVC നല്ല ബോക്സുകൾ തന്നെയാണ്. പിന്നെ വരുന്നത് ഗാൽവനൈസ്ഡ് മെറ്റൽ ബോക്സ്, ഗാൽവനൈസ്ഡ് ബോക്സ് നല്ല ബോക്സുകളാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് തുരുമ്പെടുക്കുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ ചെറിയൊരു എമൗണ്ട് വ്യത്യാസമുള്ളൂ. പക്ഷേ ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുകൊണ്ട് ഒരിക്കലും തുരുമ്പെടുക്കുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഐക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബോക്സാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് 2 മോഡുകൾ, അതായത് 1 മോഡ്യൂൾ 2 മോഡ്യൂൾ ഒന്നാണ് വരുന്നത്. 3 മോഡുകൾ, 4 മോഡുകൾ, 6 മോഡുകൾ, 8 മോഡുകൾ, പിന്നെ 12 മോഡുകൾ, പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 18 മോഡുകൾ, അങ്ങനെയാണ് നോർമൽ ലെവലിൽ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ വെക്കാമെന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോക്സ് വെക്കുന്ന സമയത്ത് ഒരു തേപ്പ് കനം കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ എത്ര നോക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. തേപ്പ് കനത്തിന് വേണ്ടിയിട്ട് അതായത് തേക്കുന്ന പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കനം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് ഓവറായിട്ട് നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടയ്ക്കാനും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇത് ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും നമുക്ക് നോക്കൗട്ട് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ 4 നോക്കൗട്ട്, ഇതൊരു 8 മോഡ്യൂളിൻ്റെയാണ് വരുന്നത്. അതായത് 8 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ 8 സ്വിച്ച് വയ്ക്കുന്നതിനെയാണ് 8 മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്വിച്ച് വയ്ക്കുന്നതിന് ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 8 സ്വിച്ച് വയ്ക്കാൻ പറ്റുന്നത്. ഇനി 8 സ്വിച്ച് എന്ന് ഉദ്ദേശിച്ചാൽ അത് അതിൻ്റെ അനുസരിച്ച് പ്ലഗ് വരുന്ന സമയത്ത് 2 സ്വിച്ചിൻ്റെ സ്പേസ് നമുക്ക് എടുക്കും. റെഗുലേറ്റർ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ മുകളിൽ നമ്മൾ കണ്ട 3 പൈപ്പുകളാണ് ഇറങ്ങേണ്ടത്. ആ 3 പൈപ്പിന് വേണ്ടിയിട്ട് നോക്കൗട്ട് നമുക്ക് സിമ്പിളായിട്ട് മാറ്റി കളയാൻ സാധിക്കും. അതുപോലെ തന്നെ താഴത്തും നോക്കൗട്ട് മാറ്റി കളയാൻ സാധിക്കും. സൈഡുകളിൽ മാറ്റി കളയാൻ സാധിക്കും. സൈഡുകളിൽ മുകളിൽ ഏകദേശം 8 മോഡുകളാണെങ്കിൽ 4 നോക്കൗട്ട് ഉണ്ടാവും. സൈഡിലാണെങ്കിൽ 2 നോക്കൗട്ട് ഉണ്ടാവും. താഴെ ഇതുപോലെ തന്നെ 4 നോക്കൗട്ട് ഉണ്ടാവും. ബാക്ക് സൈഡിൽ 2 നോക്കൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഏത് വേണമെങ്കിലും നമുക്ക് പൈപ്പുകൾ കൊടുക്കാൻ സാധിക്കും. പിന്നെ അതുമാത്രമല്ല നമ്മൾ നോക്കൗട്ട് ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ചില ഏരിയകളിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. പക്ഷേ ഗാൽവനൈസ്ഡ് ബോക്സുകൾ, മെറ്റലിൻ്റെ ബോക്സുകൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കട്ട് ചെയ്ത സ്ഥലത്ത് നിന്നാണ് പതുക്കെ തുരുമ്പ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ബോക്സുകളെല്ലാം തന്നെ പതുക്കെ തുരുമ്പെടുത്ത് അവസാനിക്കുന്ന രീതി കണ്ടുവരുന്നത്. പക്ഷേ നമുക്കിത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സ് കട്ട് ചെയ്താലും അവിടെ നിന്ന് തുരുമ്പെടുക്കുന്ന അവസ്ഥ വരുന്നില്ല. കാരണം സ്റ്റീലാണ്, മൊത്തം സ്റ്റീലിൻ്റെ പ്രൊഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിൽ 2 രീതിയിൽ അവൈലബിൾ ആണ്. സ്റ്റീൽ കോട്ടഡ് വരുന്ന മെറ്റീരിയൽ ഉണ്ട്, അതല്ല ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെറ്റീരിയലുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏതായിരിക്കണമെന്ന് നമ്മൾ നോക്കി തന്നെ സെലക്ട് ചെയ്യണം. SS തന്നെ വാങ്ങിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര ലൈഫ് ലോങ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സുകൾ ഓരോന്ന് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. 2 മോഡ്യൂളിൻ്റെ വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു 6 മോഡ്യൂളിൻ്റെ, അതായത് നമുക്കൊരു 6 മോഡ്യൂളിൻ്റെ ഒരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയയിൽ കൊടുക്കുന്നതാണ് 6 മോഡ്യൂൾ കൊടുക്കുന്നത്. അങ്ങനെ പല മോഡൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. അതായത് എമൗണ്ട് കാര്യങ്ങൾ സാധാരണ മെറ്റൽ ബോക്സിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. PVC ബോക്സിനേക്കാളും മെറ്റൽ ബോക്സിനേക്കാളും ഏറ്റവും അട്രാക്ഷൻ SS-ൻ്റെ ബോക്സുകൾ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുമാത്രമല്ല, ഇപ്പോൾ ഈ SS-ൻ്റെ ബോക്സുകൾ എല്ലാ ടൈപ്പ് സ്വിച്ചുകളും എല്ലാ കമ്പനികളുടെയും സൂട്ടാവുന്ന രീതിയിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കലും ലൈക്ക് ചെയ്യാതെ പോകരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.